അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം എല്ലാവരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഖത്തം തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. ഒന്നോ അതിലധികമോ ഖത്തം നാം റമളാനിൽ തീർക്കാറുമുണ്ട്. എന്നാൽ പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന വിഷയത്തിൽ ആളുകൾ അശ്രദ്ധയിലാണ്. അവർ വല്ലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നല്ലാതെ ഖത്തം തീർക്കുക എന്നുള്ള ഒരു ചിന്തയോ ആലോചനയോ മഹാഭൂരിപക്ഷത്തിലും കാണാറില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫുസ് സാലിഹീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ തന്നെ അവർ റമളാനിൽ മാത്രമല്ല അല്ലാത്ത സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആൻ ഓതി ഖത്തം തീർക്കുന്നതിന് വളരെയധികം താല്പര്യവും പ്രാധാന്യവും നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ ഖുർആൻ ഖത്തം തീർക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ഏറ്റവും ചെറിയ പരിധി എത്രയാണ്, ഏറ്റവും വലിയ പരിധി എന്ന് പറയാവുന്നത് എത്രയാണ്, ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസ് സ്വഹീഹാണെന്ന് ധാരാളം പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻ അദ്ദേഹം സഅലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കം യുഖറഉ അൽ ഖുർആൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പരിശുദ്ധ ഖുർആൻ എത്ര ദിവസത്തിനുള്ളിലാണ് പാരായണം ചെയ്ത് തീർക്കേണ്ടത്? ഖത്തം തീർക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഇത് റമളാനിലൊരു വിഷയമല്ല, ഏത് സമയത്തും പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നതിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിരുന്നു, അവർ അത് പ്രാവർത്തികമാക്കിയിരുന്നു. മാത്രമല്ല, ഈ ചോദ്യം ചോദിച്ച സ്വഹാബി മിക്കപ്പോഴും അധിക ദിവസങ്ങളിലും ഓരോ ഖത്തം തീർക്കുന്ന സ്വഹാബിയായിരുന്നു. ഓരോ ഖത്തം എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസങ്ങളിൽ ഖത്തം ഓതി തീർക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറ്റു പല വിഷയത്തിലും അതുകൊണ്ട് പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് ഇളവുകൾ നൽകുകയും അദ്ദേഹത്തിന് ദിവസം കൂട്ടിക്കൊടുക്കുകയുമെല്ലാം ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് ഈ ചോദ്യം തന്നെ. അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം, സ്വഹാബികൾ ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുവാൻ റമളാൻ അല്ലാത്ത സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഫീ 40 യൗമ, 40 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക എന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയിട്ടുള്ളത്, 40 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്കതിനേക്കാൾ കുറഞ്ഞ ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഖാല ഫീ ഷഹ്രിൻ, അങ്ങനെയാണെങ്കിൽ 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് ഖത്തം തീർക്കുക. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്കതിനേക്കാൾ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ 20, 20 ദിവസം കൊണ്ട് തീർക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫീ 15, 15 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക. അദ്ദേഹം വീണ്ടും പറഞ്ഞു, എനിക്കതിനേക്കാൾ കൂടുതൽ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ 20, അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്കതിനേക്കാൾ കൂടുതൽ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ 7, 7 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക. അതിനേക്കാൾ കുറവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ല. അതേപോലെ തന്നെ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് വിശദീകരിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫീ കം അഖറഉൽ ഖുർആൻ, എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കേണ്ടത്, ഖത്തം തീർക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ഷഹ്രിൻ, ഒരു മാസം കൊണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, എനിക്ക് ഇന്നി അഖ്വാ മിൻ ദാലിക്, എനിക്കതിനേക്കാൾ സാധിക്കും നബിയെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത് ഇഖ്റഉഹു ഫീ 7, 7 ദിവസം കൊണ്ട്, അഥവാ ആഴ്ചയിലെ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഖത്തം തീരുക, ആ രൂപത്തിലാവട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖ്വാ മിൻ ദാലിക്, എനിക്കതിനേക്കാൾ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്, ലാ യഫ്ഖഹു മൻ ഖറഅഹു ഫീ അഖല്ല മിൻ 3, 3 ദിവസത്തേക്കാൾ കുറഞ്ഞ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ 3 ദിവസം, അതിനേക്കാൾ കുറഞ്ഞ ദിവസം കൊണ്ട് ആരെങ്കിലും ഖത്തം തീർത്താൽ ആ വ്യക്തിക്ക് പരിശുദ്ധ ഖുർആൻ
പാരായണം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയില്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് എത്ര ഓതി, എത്ര ഖത്തം തീർന്നു, എവിടെയാണ് ഓതി തീർത്തത് തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാകുമെന്നാണ്. എന്തായിരുന്നാലും ശരി, ഈ രണ്ട് നിലക്കാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, ധാരാളം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആനിൻ്റെ പഠിതാക്കളായ ആളുകൾ, അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകൾ, രാത്രി നമസ്കാരത്തിൻ്റെ ആളുകൾ, ഇവരൊക്കെ തന്നെ 40 ദിവസത്തിനുള്ളിൽ ഒരു ഖത്മെങ്കിലും തീർത്തിരിക്കണം. 40 ദിവസം കഴിഞ്ഞിട്ടും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഖത്തം തീർക്കാത്തത് അത് കറാഹത്താണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവരതിന് പറഞ്ഞ തെളിവ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ദൈർഘ്യമേറിയ സമയം പറഞ്ഞത് എത്രയാണ്? ഫീ 40, 40 ദിവസം കൊണ്ട്, ഫീ 40 യൗമ, 40 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കണം. പിന്നെ അതിന് താഴോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മേലോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് 40 ദിവസമായിട്ടും ഒരു ഖത്തം തീർക്കാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല രീതിയല്ല. പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ കലാമിനെ സ്നേഹിക്കുന്ന, ഖുർആൻ ഓതാൻ അറിയാവുന്ന ആളുകൾ 40 ദിവസം കൊണ്ടെങ്കിലും ഒരു ഖത്തം തീർക്കേണ്ടതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ സാധിക്കുന്നവരാണെങ്കിൽ ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ 20 ദിവസം കൊണ്ട്, 15 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത് 7 ദിവസം കൊണ്ട് എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിവായത്തിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇഖ്റഇൽ ഖുർആന ഫീ ഷഹർ, ഒരു മാസത്തിൽ ഖത്തം തീർക്കുക. അവസാനം പ്രവാചകൻ പറഞ്ഞു, ഫഖറഉഹു ഫീ സബ്ഇൻ വലാ തസിദ് അലാ ദാലിക്, 7 ദിവസം കൊണ്ട് ഖത്തം തീർത്തോളൂ, അതിനേക്കാൾ കൂട്ടരുത് എന്ന് പറഞ്ഞാൽ ദിവസം കുറയ്ക്കരുത് എന്നർത്ഥം. അപ്പോൾ 7 ദിവസം അതാണ് ചുരുങ്ങിയ സമയമായി പറഞ്ഞിട്ടുള്ളത്. കാരണം 3-നേക്കാൾ കുറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും 3-ൽ കുറയാൻ പാടില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ ഇജ്മാഅോട് കൂടി പറഞ്ഞിട്ടുണ്ട് പൊതുവായ നിലക്ക്. എന്നാൽ റമദാനിലോ ഹറമുകളിൽ വെച്ചോ ശ്രേഷ്ഠമായ സമയത്തോ സന്ദർഭത്തിലോ സ്ഥലങ്ങളിലോ വെച്ച് 3 ദിവസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് തന്നെ ഖത്തം തീർക്കാം, ഒരു ദിവസം കൊണ്ട് തന്നെ 2 ഖത്തം തീർക്കാം, അതിന് വിരോധമില്ല. ചില പണ്ഡിതന്മാർ ആ അഭിപ്രായക്കാരാണ്. എന്നാൽ വലിയ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 3 ദിവസമാണ് ഏറ്റവും മിനിമം, അതിനേക്കാൾ കുറയ്ക്കുന്നത് കറാഹത്താണ്, 40-നേക്കാൾ കൂട്ടുന്നതും കറാഹത്താണ്. അപ്പോൾ ഇതിനുള്ളിൽ ഓരോ ഖത്തം തീർത്തിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളങ്ങനെ 40 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം ഓതി തീർക്കൽ ഒരു വാജിബ് എന്നുള്ള നിലക്കല്ല, നിർബന്ധം എന്നുള്ള നിലക്കല്ല, പക്ഷേ വളരെ നല്ല കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ച ഒരു ദിവസം എന്നുള്ള നിലക്ക് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നതനുസരിച്ച് 40 ദിവസം കൊണ്ടെങ്കിലും ഒരു ഖത്തം തീർക്കാൻ ഖുർആനിൻ്റെ ആളുകളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ എത്ര കുറയുന്നോ അത് നല്ലത് തന്നെ. 7 ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞല്ലോ, സ്വഹാബികളിൽ മഹാഭൂരിപക്ഷവും ആ ചുരുങ്ങിയതാണ് എടുത്തത്. നമ്മൾ പലപ്പോഴും അതിൽ ഏറ്റവും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ 40 ദിവസം അതെടുക്കാനായിരിക്കും താല്പര്യം കാണിക്കുക. പക്ഷേ നിങ്ങൾ നോക്കൂ, സ്വഹാബികൾ അവർ ഖുർആൻ ഓതാൻ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഇഖ്റഉഹു ഫീ സബ്ഇൻ വലാ തസിദ് അലാ ദാലിക്, 7-നേക്കാൾ കുറയ്ക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് എന്നുള്ള നിലയ്ക്ക് 7 ദിവസം. അപ്പോൾ ആഴ്ചയിലെ ഓരോ ദിവസവും ഖുർആൻ ഓതി ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഖത്തം തീർക്കുന്ന രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ ചില ഹദീസുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീസുകളുടെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 7 എന്ന് പറഞ്ഞതിനോട് അതിൻ്റെ ആശയം യോജിക്കുന്നതിനാൽ ഈ ഹദീസ് ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാം. പല പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ചില ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് അവരുടെ ചോദ്യം? കൈഫ തുഹസ്സിബൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ എങ്ങനെയാണ് ഹിസ്ബാക്കി മാറ്റാറുള്ളത്, അഥവാ 7 ദിവസം കൊണ്ട് നിങ്ങൾ ഓതി തീർക്കുന്നു, അതെങ്ങനെയാണ്? അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് സലാസുൻ, ആദ്യത്തെ 3 സൂറത്ത് ഒരു ദിവസം, വഹംസുൻ പിന്നെ അതിന് ശേഷമുള്ള 5 സൂറത്ത് ഒരു ദിവസം, വസബഉൻ പിന്നെ അതിന് ശേഷമുള്ള 7 സൂറത്ത് ഒരു ദിവസം, വതിസ്ഉൻ പിന്നെ അതിന് ശേഷമുള്ള 9 സൂറത്തുകൾ ഒരു ദിവസം, വഇഹ്ദ അശറ പിന്നീട് അതിന് ശേഷമുള്ള 11 സൂറത്തുകൾ, പിന്നെ അതിന് ശേഷം വസലാസ അശറ 13 സൂറത്തുകൾ, പിന്നെ വഹിസ്ബുൽ മുഫസ്സലി വാഹിദുൻ
മുഫസ്സലായ ഹിസ്ബ് അഥവാ സൂറത്തുൽ ഖാഫ് മുതൽ സൂറത്തുൽ നാസ് വരെ ഒരു ദിവസം. അപ്പോൾ എത്രയായി? സലാസുൻ 3, പിന്നെ ഹംസുൻ, പിന്നെ ഓരോ 2 ഇരട്ടിക്കുന്നത്, ശ്രദ്ധിക്കുക. 3, പിന്നെ 2 കൂടി കൂടിയാൽ 5, പിന്നെ അതിനോട് 2 സൂറത്തുകൾ കൂടി കൂട്ടി 7, പിന്നീട് തൊട്ടടുത്ത ദിവസം 2 സൂറത്തുകൾ കൂടി കൂട്ടിയിട്ട് 9, പിന്നെ 11, പിന്നെ 13, പിന്നെ അതിനുശേഷം അവസാനത്തെ മുഫസ്സൽ. അത് മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ തന്നെ കാണാം. ഇബ്നു മാജയുടെയും ഇമാം അഹ്മദിൻ്റെയും റിവായത്തിൽ നുഹസ്സിബുഹു സലാസ സുവർ, ആദ്യം 3 സൂറത്ത് അഥവാ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ അവരതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, സൂറത്തുൽ ബഖറ, സൂറത്തു ആലു ഇമ്രാൻ, സൂറത്തുൽ നിസ, അതാണ് ആദ്യത്തെ ദിവസം. പിന്നെ അതിനുശേഷമുള്ള 5 സൂറത്തുകൾ അവർ പാരായണം ചെയ്യുകയുണ്ടായി. ഉലമാക്കൾ പറഞ്ഞത് അതേതൊക്കെയാണ്? സൂറത്തുൽ മാഇദ, അൻആം, ആറാഫ്, അൻഫാൽ, അത്തൗബ, അത് 2ാമത്തെ ദിവസം. പിന്നെ സൂറത്തു യൂനുസ്, ഹൂദ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ തുടങ്ങിയവ 3ാമത്തെ ദിവസം. പിന്നെ സൂറത്തുൽ ഇസ്രാ മുതൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനം വരെ 4ാമത്തെ ദിവസം. പിന്നെ സൂറത്തു ശുഅറാ മുതൽ സൂറ യാസീൻ വരെ 5ാമത്തെ ദിവസം. പിന്നെ സൂറ യാസീൻ മുതൽ സൂറ ഖാഫ് വരെ 6ാമത്തെ ദിവസം. പിന്നെ സൂറത്തു ഖാഫ് മുതൽ സൂറത്തു നാസ് വരെ 7ാമത്തെ ദിവസം. ഇങ്ങനെയൊക്കെയാണ് അവർ ഹിസ്ബാക്കിയിരുന്നത്. എന്നാൽ ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല. 7 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടമനുസരിച്ച്, എന്നാൽ ഓരോ സൂറത്തുകളായിരുന്നു അവർ പരിഗണിച്ചിരുന്നത്. ആ നിലക്ക് സൂറത്തുകൾ സെലക്ട് ചെയ്ത് ഓരോ ദിവസം ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്ത് ഖത്തം തീർക്കാവുന്നതാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞത് 7 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവർ തന്നെ വളരെ വലിയൊരു സമയമൊന്നും അതിന് ഉപയോഗിക്കേണ്ടതില്ല. വളരെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ സുബൈ നമസ്കാര ശേഷം 1-2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ, എല്ലാ ദിവസവും ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഹിസ്ബുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ്. 7 ദിവസം കൊണ്ട് തന്നെ ഖത്തം തീർക്കാൻ ഒരു ദിവസം 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ചെലവഴിച്ചാൽ തന്നെ മതിയാകുന്നതാണ്. ഇനി അതല്ല, അതിനേക്കാൾ കുറച്ച് 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവരാണെങ്കിൽ 10 ജുസ് വെച്ച്, അതിനേക്കാൾ കുറയ്ക്കാൻ അത് ശരിയല്ല, കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നവർ 10 ജുസ് വെച്ച് ഒരു ദിവസം ഖത്തം തീർക്കട്ടെ. ഇനി 10 ദിവസം കൊണ്ടാണെങ്കിൽ അതിനനുസരിച്ച് അവർ അതിനെ ക്രമീകരിക്കട്ടെ. 3 ജുസ് വീതമാണെങ്കിൽ 10 ദിവസം കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി 40 ദിവസം കൊണ്ടാണെങ്കിൽ അതിനനുസരിച്ച് ഏകദേശം 3/4 ജുസോളം ഓതിയാൽ ആ നിലക്ക് 40 ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഖുർആനിനോടുള്ള ഒരു അവഗണന അത് റമളാനിന് ശേഷം ഉണ്ടാകരുത്. ഖത്തം തീർക്കുക എന്ന ഏർപ്പാട് ഒരിക്കലും റമളാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സ്വഹാബികൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. റമളാനിൽ അവർ അത് ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്നു. ഒരു ദിവസം തന്നെ ഒരു ഖത്തം തീർക്കാൻ അവരിൽ മഹാഭൂരിപക്ഷവും ശ്രമിച്ചിരുന്നു, ഒരു ദിവസം തന്നെ ഖത്തം തീർക്കുവാൻ. അതേ സന്ദർഭത്തിൽ അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ 3 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്. 7 ദിവസമായിരുന്നു പൊതുവെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ ദിവസം എന്നുള്ള നിലയ്ക്ക് 7 ദിവസമായിരുന്നു പൊതുവെ സലഫുകൾ സ്വീകരിച്ചത്. എന്നാൽ അതിൽ കൂട്ടുന്നതിനും വിരോധമില്ല. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടം സംഭവിക്കാത്ത വളരെ വലിയൊരു കച്ചവടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തു അൽ ഫാത്തിറിലെ 29-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ പാരായണം ചെയ്യുന്നവർ, വ അഖാമുസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവർ, വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ പ്രതിഫലം വമ്പിച്ച പ്രതിഫലമാണ്. ഒരു ഹർഫിന് 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്ന് ഓതി തീർത്താൽ 30 കൂലിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു സൂറത്തൊക്കെ പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് എത്ര പ്രതിഫലമുണ്ടാകും. സൂറത്തുൽ ബഖറ തന്നെ ഉദാഹരണത്തിന് പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ നന്മയുടെ തുലാസിൽ എത്ര ഘനം തൂങ്ങുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബിയോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ വ അൻ അത്ലുവൽ ഖുർആൻ, എന്നോട് മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യാനും. അപ്പോൾ ഖുർആനിൻ്റെ പാരായണം എന്നത് വളരെ വലിയൊരു ഇബാദത്താണ്, വമ്പിച്ച പ്രതിഫലാർഹമായൊരു കാര്യമാണ്. ഓരോ ഹർഫിനും 10 കൂലിയാണ്. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. അതുകൊണ്ട് സമയത്തൊക്കെ ക്രമീകരിച്ച് ഒരടുക്കും ചിട്ടയുമെല്ലാം ഉണ്ടാക്കി കഴിവിൻ്റെ പരമാവധി ധാരാളം ഖത്മുകൾ തീർക്കാൻ, 1 മാസത്തിൽ 1 ഖത്തം എന്നുള്ള നിലക്കെങ്കിലും തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.